മുജാഹിദിൽ നിന്ന് പിളർന്നതാണ് ജമാഅത്തെ ഇസ്ലാമി. എന്തായിരുന്നു പിളറാൻ കാരണം? അപ്പോഴേക്ക് മുജാഹിദുകൾ പറഞ്ഞു തുടങ്ങിയിരുന്നു പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്ന്. ചുമരിലൊന്നും എഴുതാൻ തുടങ്ങിയിട്ടില്ല, പ്രസംഗത്തിലൊക്കെ പറയാൻ തുടങ്ങി. ചുമരിൽ എഴുതാൻ തുടങ്ങിയത് 93-ലാണ്. 93 ഞാൻ മർക്കസിൽ പഠിക്കുന്ന കാലത്ത് മഞ്ചേരിയിൽ നിന്ന് ഞാൻ ഒരിക്കൽ മഞ്ചേരിയിൽ നിന്ന് മർക്കസിലേക്ക് ബസ് കയറി പോവാ. ബസ് കയറി നോക്കുമ്പോ അവിടെ ഒരു സീറ്റിൽ നമ്മളെ നെല്ലിക്കുത്ത് ഷെയ്ഖുന ഇസ്മായിൽ ഉസ്താദ് ഇരിക്കുന്നുണ്ട്. അള്ളാഹു അവിടുത്തെ ദറജ ഏറ്റി കൊടുക്കുമാറാവട്ടെ. എല്ലാ പണ്ഡിതന്മാരുടെയും ഫഖാഫികളുടെയും ഉസ്താദാണ്. നെല്ലിക്കുത്ത് ഉസ്താദ് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പുറത്തെ സീറ്റ് കാലിയെ കിടക്കുക. അപ്പൊ ഏതായാലും അവിടെ വേറെ ആരും ഇരിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഇരുന്ന് ബസ് ഇങ്ങനെയാണ് പോകാൻ തുടങ്ങിയപ്പോ മഞ്ചേരിയിൽ ടൗണിന്റെ കോഴിക്കോട് റോഡിന്റെ വലത്ത് ഭാഗത്ത് ഒരു ചുമരിൽ ഒന്നാകെ ചുവന്ന മഷി കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നു പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. ഞാനും ആദ്യമായിട്ട് കാണാ. അപ്പൊ എനിക്ക് കണ്ടപ്പോ ഒരു രസം തോന്നി, കൗതുകം. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. ഞാൻ ഉസ്താദിന് കാണിച്ചു കൊടുത്തു. അപ്പൊ ഇടങ്കണ്ണിട്ട് നോക്കിയിട്ട് ഒരു നറും പുഞ്ചിരി ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, അത് പണ്ട് ഇബിലീസ് പറഞ്ഞതാണെന്ന് പറഞ്ഞു. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നിപ്പോ മുജാഹിദ് പറഞ്ഞെങ്കിൽ ഇത് പണ്ട് ഇബിലീസ് പറഞ്ഞതാണെന്ന് പറഞ്ഞു. ഞാൻ പഠിക്കണ കുട്ടിയല്ലേ, എനിക്ക് പെട്ടെന്നൊന്നും മനസ്സിലായില്ല. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് ഇബിലീസ് പറഞ്ഞോ? മർക്കസിൽ ചെന്നിട്ട് അടുത്ത ദിവസത്തെ തുർമുദിയോ മുസ്ലിമോ എന്തോ ഹദീസിന്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് 2-3 ദിവസം തന്നെയായിരുന്നു വിഷയം. ഞാൻ ആ ക്ലാസ് കേട്ടിട്ട് അന്ന് സിറാജ് ദിനപത്രത്തിൽ 3 ദിവസം ലേഖനം എഴുതി ഈ വിഷയത്തെക്കുറിച്ച്. അപ്പോ എന്താ സംഭവം? പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പറഞ്ഞാൽ കലിമത്തു ഹഖ്തിൻ യുരീദു ബിഹിൽ ബാത്തിൽ. കലിമത്തു ഹഖ്തിൻ പറഞ്ഞാൽ ബാഹ്യമായി നോക്കിയാൽ സത്യസന്ധമായൊരു വാചകമാണ്. പക്ഷെ യുരീദു ബിഹിൽ ബാത്തിൽ, അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് ബാത്തിലാണ്. എന്താ കാരണം? ഉസ്താദ് ഇബിലീസ് മുഴക്കിയ മുദ്രാവാക്യമാണിത് ഇത് എന്ന് പറയാൻ കാരണം എന്താ? അന്ന് ബസ് യാത്രയിൽ വെച്ച് ഉസ്താദ് എന്നോട് പറഞ്ഞു, പണ്ട് ആദമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി മലക്കുകളോട് അള്ളാഹു തആല പറഞ്ഞത് ഖുർആനിലുണ്ട്. ആദം അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പടപ്പാണല്ലോ. ആ പടപ്പിന് സുജൂദ് ചെയ്യാൻ വേണ്ടി ആദമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി മലക്കുകളോട് അള്ളാഹ് പറഞ്ഞതുണ്ട്. ആദം അള്ളാഹുവിന്റെ പടപ്പാണ്, ചെയ്യാൻ പറയണത് എന്താ? സുജൂദാ. മലക്കുകൾ ഒന്നും ആലോചിച്ചില്ല, കാരണം അവര് നമ്മളെക്കാൾ വലിയ സുന്നികളാ. ഫസജദൽ മലായികത്തു കുല്ലുഹും എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഫസജദൽ മലായികത്തു കുല്ലുഹും അജ്മഊൻ എന്ന് പറഞ്ഞു. തഅ്കീദിന്റെ ഒന്നിലധികം പ്രയോഗങ്ങൾ. ഫസജദ എന്ന് പറഞ്ഞാൽ തന്നെ അറബി വ്യാകരണം അറിയുന്ന ആളുകൾക്കറിയാം. ഫസജദ എന്ന് പറഞ്ഞാൽ ഒട്ടും ആലോചിക്കാതെ ഉടനെ ഫസ്തുദൂലി ആദമാന്ന് പറഞ്ഞ ഉടനെ സുജൂദ് ചെയ്തു. യഥാർത്ഥത്തിൽ ഒന്നും ആലോചിക്കേണ്ട സമയമാണ്. കാരണം മലക്കുകൾ അള്ളാഹ് പഠിച്ചത് എന്തിനാ? അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാനാ, അള്ളാഹ്ക്ക് മാത്രം സുജൂദ് ചെയ്യാനാ. ആദമിപ്പം ഇങ്ങോട്ട് വന്നതാ. മലക്കുകൾ നേരത്തെ ഉണ്ട്. മലക്കുകളെ ആദമിനെ പടച്ച കാര്യത്തിൽ തന്നെ അവർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അള്ളാഹു തആല അവന്റെ തീരുമാനപ്രകാരം എന്നിട്ട് പടച്ചിട്ട് പിന്നെ പറയണത് എന്താ? ഇയാൾക്ക് സുജൂദ് ചെയ്യാനാ. അപ്പൊ ശരിക്കും മലക്കുകൾ ആലോചിക്കേണ്ടതാണ്, ഇതിപ്പോ എന്താ ഞങ്ങൾക്ക് മലക്കുകൾ അള്ളാഹിനെ ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കൂട്ടരല്ലേ, പിന്നെ ഈ ആദമിന് സുജൂദ് ചെയ്യാൻ പറയാൻ എന്താ കാരണം എന്നൊന്ന് ആലോചിക്കേണ്ടതാണ്. നമ്മളൊക്കെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്ന് ചിന്തിക്കും. പക്ഷെ ഒറ്റ കുട്ടിക്ക് ഒരു ഇഷ്കാരം ഉണ്ടായില്ല, ഒരു സംശയമല്ല. ഫസജദൽ മലായികത്തു കുല്ലുഹും എന്ന അവിടെ ഒരൊറ്റ ഒരാളുണ്ടായിരുന്നു, ഇല്ലാ ഇബ്ലീസ അബ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഒരാള് വിഘടിതൻ, ബിദ്അത്തിന്റെ ഉദ്ഘാടകൻ, അഹന്തയുടെയും ഉദ്ഘാടകൻ. അഹന്തയിൽ നിന്നാണ് ബിദ്അത്ത് വരുന്നത്. അഹന്തയിൽ നിന്ന് അനുസരണക്കേടുണ്ടാവും, അനുസരണക്കേടിൽ നിന്ന് ബിദ്അത്ത് ഉണ്ടാവും. ഈ സുജൂദിനെ സംബന്ധിച്ച് കുറെ തർക്കങ്ങളുണ്ട്. ഈ സുജൂദിന് ഏത് സുജൂദ്? ആദമിന്റെ മുമ്പിൽ മലക്കുകൾ ചെയ്ത സുജൂദ് ഉണ്ടല്ലോ, ഇബ്ലീസ് വിസമ്മതിച്ച സുജൂദ്. ആ സുജൂദിനെ സംബന്ധിച്ച് കുറെ തർക്കങ്ങളുണ്ട്.
മുജാഹിദ് മൗലവിയോട് ഒരു ചോദ്യം ചോദിച്ചത് അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ വന്നിട്ടുണ്ട്. തഫ്സീറുൽ മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷ ഉണ്ടല്ലോ, അമാനിയുടെ ഖുർആൻ പരിഭാഷ. ആ ഖുർആൻ പരിഭാഷയിൽ ഈ വിഷയം വിശദീകരിക്കുന്നുണ്ട്. സുജൂദ് ആദമിന് മുമ്പിൽ ചെയ്താൽ അത് ശിർക്കാവൂലേ? കാരണം ആദമിനുള്ള ഇബാദത്തല്ലേ. സുജൂദ് എന്ന് പറഞ്ഞാൽ ഇബാദത്തിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു കുറച്ച് സ്ട്രോങ് ഉള്ള സാധന. അങ്ങനെയാണല്ലോ. കാരണം അള്ളാഹിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുമ്പോ ഒരു മനുഷ്യൻ ഏറ്റവും അള്ളാഹുവിലേക്ക് അടുക്കുന്ന സമയം ഏതാ? സുജൂദ് കിടക്കുന്ന സമയ. അത്രയും സ്ട്രോങ് ഉള്ള സാധനമാണ് സുജൂദ്. ദുആ ചെയ്താൽ ഉത്തരം കിട്ടും. ദുആ ചെയ്താൽ ഇജാബത്ത് കിട്ടുന്ന, ഉത്തരം കിട്ടുന്ന കുറെ സമയങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു സന്ദർഭമാണ് സുജൂദിന്റെ സന്ദർഭം. അവിടെ അള്ളഹാനോട് സുജൂദിൽ കിടന്നിട്ടാണ് ദുആർന്നാൽ അള്ളാഹു തആല ഉത്തരം തരും. കാരണം എന്തേ? അള്ളഹാനോട് അടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയമാണത്. അതുകൊണ്ട് ഉത്തരം കിട്ടും. അങ്ങനത്തെ ഇബാദത്താണ് സുജൂദ്. അത് ആദമിന്റെ മുമ്പിൽ ചെയ്യാൻ പറ്റുമോ എന്ന് അമാനി മൗലവിയോട് ചോദിച്ചപ്പോ അയാളെ മറുപടി എന്തായാലും സുജൂദ് 2 ജാതി ഉണ്ട് എന്നാ. സുജൂദ് 2 ജാതി ഉണ്ട്. ഏതാ 2 ജാതി? ഒന്ന് ആരാധനാ മനോഭാവത്തോടെയുള്ള സുജൂദുണ്ട്, രണ്ടാമത്തേത് ആരാധനാ മനോഭാവം ഇല്ലാത്ത സുജൂദുണ്ട്. 2 തരം സുജൂദുണ്ട്. ആരാധനാ മനോഭാവത്തോടെയുള്ള സുജൂദ് അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമേ പറ്റുള്ളൂ. അത് ആദമിന്റെ മുമ്പിൽ ചെയ്താലും വേറെ ആരുടെ മുമ്പിൽ ചെയ്താലും അത് ഇബാദത്തുമാണ്, ശിർക്കുമാണ്, പറ്റൂല. ആരാധനാ മനോഭാവം ഇല്ലാതെ നടത്തുന്ന ഒരു സുജൂദുണ്ട്. അതാണ് മലക്കുകൾ ആരുടെ മുമ്പിൽ ചെയ്തത്? ആദമിന്റെ മുമ്പിൽ ചെയ്തത്. അതുകൊണ്ട് അത് ആദമിനുള്ള ഇബാദത്തല്ല, അതുകൊണ്ട് ശിർക്കല്ല, അതുകൊണ്ട് അവർ മുശ്രിക്കീങ്ങളാന്ന് പറയാൻ പറ്റില്ല എന്നാണ് അമാനി മൗലവി ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത്. അപ്പൊ സുജൂദ് 2 ജാതി ഉണ്ടോ? 2 ജാതി ഉണ്ട്. പറ്റുന്നതുണ്ട്, പറ്റാത്തതുണ്ട്. അള്ളാഹിന്റെ മുമ്പിൽ മാത്രം ചെയ്യേണ്ടതുണ്ട്. മലക്കുകൾ ആദമിന്റെ മുമ്പിൽ ചെയ്താൽ ശിർക്ക് വരാത്ത, ഇബാദത്ത് വരാത്ത സുജൂദുണ്ട്. 2 ജാതി സുജൂദുണ്ട്. എന്നാ പിന്നെ ദുആവും അങ്ങനെ ആയാലെന്താ? ദുആ എന്ന പ്രാർത്ഥന, പ്രാർത്ഥനയും അങ്ങനെ ആയാലെന്താ? 2 ജാതി പ്രാർത്ഥന ഉണ്ടായിക്കോട്ടെ. ഒന്ന് ആരാധനാ മനോഭാവത്തോടെ ചെയ്യുന്ന പ്രാർത്ഥന, മറ്റൊന്ന് ആരാധനാ മനോഭാവം ഇല്ലാതെ ചെയ്യുന്ന പ്രാർത്ഥന. രണ്ടിനും പേര് പ്രാർത്ഥന. പേരുകൾ എന്തിട്ടാലും കുഴപ്പമില്ല, പേരിലല്ല വിഷയം. പേര് മാറിയതുകൊണ്ട് ശിർക്ക് മാറുമോ? ആരാധനാ മനോഭാവത്തോടെ ഒരാൾ പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് അതിന് പേര് വിളിക്കുന്നു സഹായാർത്ഥന എന്ന്, എന്നാ ശിർക്കാതിരിക്കോ? മനസ്സിലായോ? ആരാധനാ മനോഭാവത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥനക്ക് പേരിടുന്നു സഹായാർത്ഥന എന്ന്, എന്നാൽ അത് ശിർക്കാതിരിക്കോ? ആകാതിരിക്കൂല, അത് ശിർക്ക് തന്നെയാണ്. ഈ മനോഭാവമാണ് വിഷയം. നമ്മുടെ മനസ്സിലുള്ള ഈ വിശ്വാസം, ഈ വിചാരം, ഈ മനോഭാവം, അതാണ് വിഷയം. അത് വരുമ്പോ ഒരേ കാര്യം തന്നെ ശിർക്കും തൗഹീദും, ഒരേ സംഗതി തന്നെ ശിർക്കും തൗഹീദും. ഞാനത് വിശദീകരിക്കുന്നില്ല. എറണാകുളത്ത് ആദർശ സമ്മേളനത്തിൽ അത് വിശദീകരിച്ചിരുന്നു. ഈ നമ്മളെ മീഡിയ മിഷനിലൊക്കെ കാണും, അതിലൊക്കെ എടുത്ത് നോക്കിയാൽ മതി. ഒരേ കാര്യം തന്നെ പല സ്ഥലത്തും ഇങ്ങനെ പറഞ്ഞിട്ട് ആവർത്തനം വരണ്ടല്ലോ. പക്ഷേ തൗഹീദിന്റെ ഒരു മർമ്മപ്രധാനമായ വിഷയം എന്ന നിലക്ക് അത് പറയാതിരിക്കാനും വയ്യ. അതുകൊണ്ടാണ് പല സ്ഥലത്തും അതങ്ങനെ പറയുന്നത്. അതാണല്ലോ മുഖ്യ വിഷയം. അപ്പോൾ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന ഈ മുദ്രാവാക്യം എങ്ങനെയാണ് ഇബ്ലീസിന്റെ മുദ്രാവാക്യമായത്? അതാ നെല്ലിക്കുത്തുസ്താദ് പറഞ്ഞേ. സുജൂദ് അള്ളാഹുവിന് മാത്രം എന്ന മുദ്രാവാക്യം ഇബ്ലീസ് അക്ഷരത്തിൽ മുഴക്കി എന്നല്ല ഞാൻ പറയുന്നത്. സുജൂദ് അള്ളാഹുവിന് മാത്രം എന്ന് ഇബ്ലീസ് അക്ഷരത്തിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ ആശയത്തിൽ, അർത്ഥത്തിൽ പറഞ്ഞു. കാരണം എന്തേ? മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ മലക്കുകളൊക്കെ സുജൂദ് ചെയ്തു, ആദം ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. അപ്പൊ എന്തേ സുജൂദ് ചെയ്യാതിരിക്കാൻ കാരണമെന്ന് അല്ലാഹു തആല ചോദിച്ചപ്പോ പറഞ്ഞാ, ഖലഖ്തനി മിന്നാർ, എന്നെ തീയാൽ പടച്ചവനാ, ഞാൻ തീയാൽ പടക്കപ്പെട്ടതാ. ആദമിനെ മണ്ണുകൊണ്ട് പടച്ചതാ. മണ്ണുകൊണ്ട് പടച്ച ആദമിനേക്കാൾ എനിക്കാണ് മേൽമതയുള്ളത്, ഞാനാണ് വലിയ ആള്. അതുകൊണ്ട് ആദം എന്റെ മുമ്പിലായി എണ്ണ, ഞാൻ ആദമിന്റെ മുമ്പിലല്ല. അത് കിബിർ, അത് അഹന്ത. അതിന്റെ ഒരു മറുവശമുണ്ട്. അതെന്താ? അള്ളാഹുവിന്റെ മുമ്പിൽ എത്ര സുജൂദ് ചെയ്യാനും ആര് തയ്യാറായിരുന്നു? ഇബ്ലീസ് തയ്യാറായിരുന്നു.
അള്ളാഹുവിന്റെ മുമ്പിൽ എത്ര സുജൂദ് ചെയ്യാൻ ഇബ്ലീസ് തയ്യാറായിരുന്നു. ആ ഇബ്ലീസ് ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ ഞാൻ തയ്യാറല്ല എന്ന് ഇബ്ലീസ് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? നിനക്ക് എത്ര സുജൂദ് ഞാൻ ചെയ്യാ, ആദമിന്റെ മുമ്പിൽ ചെയ്യൂല. നിന്നോട് ഞാൻ എത്രയും പ്രാർത്ഥിക്കാം, റസൂലുള്ളാഹിനെ വിളിക്കൂല. നിന്നോട് ഞാൻ എത്രയും പ്രാർത്ഥിക്കാം, ഞാൻ മുത്തനബിനെ വിളിക്കൂല, ഞാൻ മുഹ്യിദ്ദീൻ ശേഖനെ വിളിക്കൂല, ഞാൻ മമ്പർതങ്ങളെ വിളിക്കൂല. ഞാൻ നിന്നോട് എത്രയും പ്രാർത്ഥിക്കാം. ഇബ്ലീസ് ചെയ്ത പണിയും മുജാഹിദ് ചെയ്ത പണിയും ഒന്നാണ്. ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ വളരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. മുജാഹിദ് ചെയ്ത പണിയും ഇബ്ലീസ് ചെയ്ത പണി ഒന്നാണ്. എന്താണത്? മലക്കുകളോട് അല്ലാഹു തആല ആരാധനാ മനോഭാവം ഇല്ലാതെ ചെയ്യാൻ വേണ്ടി പറഞ്ഞ സുജൂദിനെ ഇബാദത്തായി, ആരാധനയായി വേഷം കെട്ടിച്ചു എന്നതാണ് ഇബ്ലീസ് ചെയ്ത കുറ്റം. എന്താ കുറ്റം? അള്ളാഹുവിന്റെ മുമ്പിൽ ചെയ്യുന്ന സുജൂദ് ആരാധനയാണ്. മലക്കിന്റെ മുമ്പിൽ, ആദമിന്റെ മുമ്പിൽ ചെയ്യണമെന്ന് അള്ളാഹ് പറഞ്ഞ സുജൂദ് ആരാധനയല്ല. ആരാധനയല്ലാത്ത സുജൂദിനെ ആരാധനയായി വേഷം കെട്ടിച്ചു എന്നതാണ് ഇബ്ലീസ് ചെയ്ത കുറ്റം. അതേ കുറ്റമാണ് മുജാഹിദും ചെയ്യുന്നത്. മുത്തുനബിയെ എന്ന് വിളിക്കുന്നത് ആരാധനയുടെ പരിധിയിൽ വരുന്നതല്ല, അത് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന വിളിയല്ല. ബദരീങ്ങളെ എന്ന് വിളിക്കുന്നത് ആരാധനയുടെ പരിധിയിൽ വരുന്ന വിളിയല്ല. ബദരീങ്ങളെ എന്ന് വിളിക്കുന്നത് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന വിളിയല്ല. ഇബാദത്തിന്റെ പരിധിയിലേക്ക് വരാത്ത ഒരു വിളിയെ ആരാധനയായി, ഇബാദത്തായി വേഷം കെട്ടിച്ചു എന്നതാണ് മുജാഹിദ് ചെയ്യുന്ന കുറ്റം. അതാണ് മുജാഹിദ് ചെയ്യുന്ന ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത്. മുസ്ലിമീങ്ങളെ മൊത്തം മുശ്രിക്കായി, ശിർക്കാക്കി, കാഫിറാക്കി മുദ്രകുത്തി മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പും അനൈക്യവും ശൈഥില്യവും സൃഷ്ടിച്ച് ഈ സമുദായത്തിന്റെ കെട്ടുറപ്പും ഛിദ്രതയും തകർത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് മുസ്ലിമീങ്ങളെ ഒറ്റുകൊടുത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ ഛിദ്രതയും അനൈക്യവും സൃഷ്ടിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ മുജാഹിദുകൾ എടുത്ത തുറുപ്പ് ചീട്ടെന്താ? ആരാധനയായി അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടില്ലാത്ത, അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടില്ലാത്ത, അമ്പിയാക്കന്മാരോട്, ഔലിയാക്കന്മാരോട്, മഹാന്മാരോടുള്ള സഹായാർത്ഥനയെ ആരാധനയായി വേഷം കെട്ടിച്ചു, ആരാധനയായി ചിത്രീകരിച്ചു. ഏതുപോലെ? ആദമിന്റെ മുമ്പിൽ ചെയ്യുന്ന സുജൂദ് അത് ഇബാദത്താണ്, അത് ആദമിനുള്ള ഇബാദത്താണ് എന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞെങ്കിൽ മലക്കുകളോട് സുജൂദ് ചെയ്യാൻ വേണ്ടി അള്ളാഹ് പറയില്ല. ആരെ മുമ്പിൽ? ആദമിന്റെ മുമ്പിൽ. ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയൂ. ആ സുജൂദ് ഇബാദത്താണെങ്കിൽ പറയില്ല. കാരണം സുജൂദ് അള്ളാഹുവിന് മാത്രം എന്ന് പറയാനല്ലേ ആദം വന്നത്. ആദം അലൈഹിസ്സലാം വന്നെന്താ? സുജൂദ് അള്ളാഹ്ക്ക് മാത്രം എന്ന് പറയാനാ. ഖുർആൻ ഇറങ്ങി എന്തിനാ? സുജൂദ് അള്ളാഹ്ക്ക് മാത്രം എന്ന് പറയാനാ. മറ്റെല്ലാ കിതാബുകളും വന്ന എന്തിനാ? സുജൂദ് അള്ളാഹ്ക്ക് മാത്രം എന്ന് പറയാനാ. അങ്ങനെ പറയുന്ന ഒരു ഖുർആൻ, അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന അല്ലാഹു തആല ആദമിന്റെ മുമ്പിൽ നിങ്ങൾ സുജൂദ് കൊണ്ടുപോയി സമർപ്പിക്കണമെന്ന് പറയില്ല. അത് പറയുമ്പോ തന്നെ മലക്കുകൾ മനസ്സിലാക്കി, ഇത് ഞങ്ങൾ അള്ളാന്റെ മുമ്പിൽ ചെയ്യുന്ന സാക്ഷാൽ സുജൂദല്ല, ആരാധനാ മനോഭാവത്തോടെയുള്ള സുജൂദല്ല. അതുകൊണ്ട് അള്ളാന്റെ മുമ്പിൽ, മലക്കുകളുടെ മുമ്പിൽ, ആദമിന്റെ മുമ്പിൽ ഇത് ചെയ്യുന്നതിന് വിരോധമില്ല. അതുകൊണ്ടാണ് അള്ളാഹു ഞങ്ങളോട് ഫസ്ജുദൂ ആദമ എന്ന് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സുജൂദ് ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന രീതിയിൽ അവർ സുജൂദ് ചെയ്തു. ആ സുജൂദിനെ കുറിച്ച് അമാനി മൗലവി, മുജാഹിദിന്റെ നേതാവ്, പറഞ്ഞു അത് ആരാധനാ മനോഭാവമില്ലാത്ത സുജൂദാണ്. എങ്കിൽ പിന്നെ അത് ശിർക്കായി, ഇബാദത്തായി വേഷം കെട്ടിക്കാൻ പാടില്ല. എന്നതുപോലെ പ്രാർത്ഥനയും രണ്ട് തരമുണ്ട്. ഒന്ന് ആരാധനാ മനോഭാവത്തോടെയുള്ളത്, മറ്റൊന്ന് ആരാധനാ മനോഭാവം ഇല്ലാത്തത്. ആരാധനാ മനോഭാവം ഉള്ളതിനെ കുറിച്ച് ഇബാദത്ത് എന്ന് പറയും, അല്ലെങ്കിൽ ദുആ എന്ന് പറയും, പ്രാർത്ഥന എന്ന് പറയും. ആരാധനാ മനോഭാവം ഇല്ലാത്തതിനെ കുറിച്ച് ഇബാദത്ത് എന്ന് പറയില്ല, പ്രാർത്ഥന എന്ന് പറയില്ല. അതിനെക്കുറിച്ച് സഹായാർത്ഥന എന്നാണ് പറയാറുള്ളത്. ഇനി ഒരാള് അങ്ങനെ ഒരു ആരാധനാ മനോഭാവം ഇല്ലാത്ത ഒരു സഹായാർത്ഥനയെ കുറിച്ച് വാശി പിടിച്ച് പ്രാർത്ഥന തന്നെയാണ് പറഞ്ഞാലോ വിരോധമൊന്നുമില്ല. കാരണം പേര് മാറിയതുകൊണ്ട് മാങ്ങക്ക് ഒരാൾ ചക്ക എന്ന് പേരിട്ടാൽ മാങ്ങ ചക്കയാവും, ചക്ക മാങ്ങയാവൂല. അത് രണ്ടും രണ്ടായിട്ട് തന്നെ നിൽക്കും. പേരിട്ടത് കൊണ്ട് മാത്രം അത് മാറുന്ന കാര്യമല്ല. അപ്പൊ ഈ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന മുദ്രാവാക്യം 93 വന്നത്. അതിന് മുമ്പ് എന്തില്ല? ഇതിങ്ങനെ പരസ്യമായിട്ട് മതിലെഴുതി, ചുമരിലെഴുതി പ്രചരിപ്പിക്കുന്ന ഏർപ്പാടൊന്നും തുടങ്ങിയിട്ടില്ല. പ്രസംഗിക്കാറുണ്ട്, എഴുതാറുണ്ട്. പക്ഷേ ഇങ്ങനെ പരസ്യമായി പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം
എന്ന് പറയുന്ന കെലിമത്തു ഹഖ്ൻ യുരീദു ബിഹിൽ ബാത്തിൽ എന്ന് പറയുന്ന ദ്വയാർത്ഥമുള്ള ഒരു പ്രയോഗം മുസ്ലിമീങ്ങൾക്കിടയിൽ കൊണ്ടുവന്ന് പ്രചരിപ്പിച്ച് ആളുകളെ ആശയക്കുഴപ്പം സൃഷ്ടിച്ചത് തുടങ്ങിയത് 93 ആ കാലയളവിലാണ്.